ഉലുവ ചീര കൊണ്ട് ഹെൽത്തി ആയിട്ട് ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഉലുവ ചീര ഒരു കെട്ടെടുക്കുക. അതിലേക്ക് ഒരര കപ്പ് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയില, 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് കടലമാവ്, അതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ച പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കൂട്ടത്തിൽ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ്, ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ എണ്ണ, പിന്നെ 2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത് ഗുജറാത്തി സ്പെഷ്യൽ ഡിഷാണ്. ഇതിനെ മേത്തി മുത്തയ്യ എന്നും പറയും. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തൊഴിച്ച്, ഒരുപാട് ലൂസല്ലാതെ നല്ല കട്ടിയായിട്ടുള്ളൊരു കുറച്ച് സോഫ്റ്റും ഇതുപോലെ മാവ് കുഴച്ചെടുക്കുക. നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പാകത്തിനുള്ള ഇതാവണം. ഒരുപാട് കയ്യിൽ ഒട്ടുന്ന പരുവത്തിലുള്ള മാവ് കുഴയ്ക്കേണ്ട. ഒന്നെങ്കിൽ റൗണ്ട് ബോളായിട്ട് ഉരുട്ടുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഓവൽ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഇതിപ്പം റൗണ്ട് ഷേപ്പിലാണ് ബോൾസ് ഉരുട്ടിയെടുത്തത്. നല്ല ചൂടുള്ള എണ്ണയിൽ പൊരിച്ചെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിരിക്കണം. അതിലേക്ക് ഉരുളകൾ ചേർത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. എങ്കിലേ അത് മൊത്തം നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് കുറച്ച് സോഫ്റ്റായിട്ടും കിട്ടത്തുള്ളൂ. ഇപ്പം നല്ല ചൂടെണ്ണയിൽ തന്നെ പൊരിക്കുകയാണെങ്കിൽ അകം വേകാതിരിക്കും. അത് അപ്പോൾ പുറത്ത് നല്ല കളറ് വേണം, ഉൾഭാഗം വെന്തും കാണത്തില്ല. നന്നായിട്ട് വേവിച്ചെടുക്കുകയും വേണം. അതുകൊണ്ട് എല്ലാ ബോൾസും ചേർത്തതിന് ശേഷം തീ ചെറുതാക്കി ചെറിയ തീയിൽ മീഡിയത്തിൻ്റെയും താഴെയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊരിച്ചെടുക്കുക. ഏകദേശം എണ്ണ അതിൽ തള വരുന്ന ആ ഒച്ച നന്നായിട്ട് അടങ്ങുന്നിടം വരെ ഏകദേശം പൊരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് അത് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതകവും വെന്ത് കാണും. ഇതുപോലെ നന്നായിട്ട് ഒരു ഗോൾഡൻ നിറത്തിൻ്റെ കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നത് വരെ പൊരിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉരുളകളും പൊരിച്ചെടുക്കുക. ഉരുളകൾ ചേർക്കുമ്പം ഒന്ന് തീ അല്പം കൂട്ടിയിട്ട് ബാക്കിയുള്ള ഉരുളകൾ ചേർക്കുക. അപ്പം നമ്മൾ പൊരിച്ചെടുക്കുമ്പം തീയുടെ ചൂട് നല്ല കുറവായിരിക്കും. അതുകൊണ്ട് ഒന്ന് കൂട്ടിയതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള ഉരുളകളും ചേർത്തിട്ട് പിന്നെ തീ അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതാക്കി വെച്ചിട്ട് പൊരിച്ചെടുക്കുക. നല്ല ആരോഗ്യപ്രദമായെന്നും പറയാം നമുക്ക്. കാരണം ഇതിൽ ഇഷ്ടം പോലെ ഉലുവച്ചീരയുമുണ്ട്, മല്ലിയിലയുമുണ്ട്. ഇത് എളുപ്പം നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഈ ഗുജറാത്തി സ്പെഷ്യൽ ഡിഷായ മേത്തി മുത്തിയ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.